शिव जी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं, अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं. ലോക്സഭയിൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. No, Gandhi is not dead. Gandhi is alive. ആരെയും ഭയപ്പെടുന്നില്ലെന്ന സന്ദേശമാണ് ചിത്രം നൽകുന്നതെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ശിവന്റെ ചിത്രം ഉയർത്തിയത്. ഇന്ത്യ എന്ന ആശയത്തെ BJP ആക്രമിക്കുകയാണ്. BJPയുടെ ആശയത്തെ എതിർക്കുന്നവരെ മുഴുവൻ ആക്രമിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഭരണഘടനയ്ക്കെതിരെ തുടർച്ചയായ ആക്രമണമുണ്ടായി. ദരിദ്രരും ദളിതരും ന്യൂനപക്ഷങ്ങളും രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണ്. ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ദൈവവുമായി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും അദ്ദേഹത്തെ പരിഹസിച്ചു പറഞ്ഞു. ഭയവും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ളതല്ല ഹിന്ദുമതം. RSSും BJPയും മോദിയും എല്ലാ ഹിന്ദുക്കളുടെയും പ്രതിനിധിയല്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ അക്രമത്തെക്കുറിച്ചും വെറുപ്പിനെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും സംസാരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ ഇടപെട്ടു. ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹിന്ദു സമൂഹമാകെ അക്രമാസക്തരാണെന്ന് രാഹുൽ പറഞ്ഞെന്നും മോദി ആരോപിച്ചു. ഇതോടെ രാഹുൽ ഗാന്ധി മാപ്പു പറയണമെന്ന ആവശ്യവുമായി അമിത്ഷായും രംഗത്തെത്തി. ഗുരു നാനക്കിന്റെ ചിത്രവും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രദർശിപ്പിച്ചു. എന്നാൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയതിനെതിരെ സ്പീക്കർ എതിർത്തു. സംസാരിക്കുമ്പോൾ സഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കണമെന്നും നിയമപ്രകാരം സംസാരിക്കണമെന്നും രാഹുലിനോട് സ്പീക്കർ പറഞ്ഞു. രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ ഭരണപക്ഷ അംഗങ്ങൾ ബഹളം വയ്ക്കുകയും ജയശ്രീറാം വിളിക്കുകയും ചെയ്തു. അതേസമയം സംസാരിക്കുന്നതിനിടയിൽ തന്റെ മൈക്ക് ഓഫായതിനെയും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു. അയോധ്യയെന്ന് പറഞ്ഞതും മൈക്ക് ഓഫ് ചെയ്തെന്നും മൈക്കിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണെന്നും സ്പീക്കറോട് രാഹുൽ ചോദിച്ചു. എന്നാൽ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ലെന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം.